അവർ ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയിട്ടുള്ള ഒരു ടീമാണ്. ആകെ ഒരു ഗോളാണ് ഈ ടൂർണമെന്റിൽ, ലോകകപ്പിൽ അവർ വഴങ്ങിയിട്ടുള്ളത് എന്നത് അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണോ അർജന്റീന നേരിടാൻ പോകുന്നത്? അവരുടെ ഇതുവരെ കണ്ട തന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിനെ മറികടക്കുക എത്രമാത്രം പോസിബിൾ ആണ്? ശ്രീ ജോസഫ്, ഈ ലോകകപ്പിലെ ഏറ്റവും നന്നായി കളിച്ച രണ്ട് ടീമുകളാണ് ഫൈനലിൽ എന്നുള്ളത് നമുക്ക് പറയാം. ഏറ്റവും മികച്ച അറ്റാക്കുള്ള അർജന്റീനയും ഏറ്റവും മികച്ച പ്രതിരോധമുള്ള സ്പെയിനും തമ്മിലുള്ള മത്സരം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ടാക്ടിക്കൽ ബാറ്റിൽ തന്നെയാണ്. ആർക്കാവും മിഡ്ഫീൽഡിലെ ഡൊമിനൻസ്, അതാണ് കളി പൊതുവെ നിയന്ത്രിക്കുക. സ്പെയിൻ എല്ലാ മത്സരവും അങ്ങനെ നിയന്ത്രിച്ചു വരുന്ന ഒരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അതിനെ അനുവദിക്കാതിരിക്കുക എന്നുള്ള ഒരു തന്ത്രമാവും അർജന്റീന എടുക്കുന്നത്. അർജന്റീന നമുക്കറിയാം കുറെ കൂടി ഒരു ഗ്രിറ്റി ടീമാണ്, അത്യാവശ്യം ടാക്ടിക്കൽ ഫൗളുകൾ ചെയ്യുന്ന ടീമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നന്നായി ഇടിച്ചു കളിക്കുന്ന ടീം ഇംഗ്ലണ്ട് ടീമിനെതിരെ അവരുടെ അതേ നാണയത്തിൽ മറുപടി കൊടുത്ത് അവരെ ഇഷ്ടംപോലെ ഫൗള് ചെയ്ത് ആദ്യ പകുതിയിൽ തന്നെ അവരുടെ റിതം നഷ്ടപ്പെടുത്തിയിരുന്നു. രണ്ടാം പകുതിയിൽ അവർ ആ ഗോൾ അടിച്ച് ലീഡ് എടുത്തപ്പോൾ അവർക്ക് ആ ഒരു ഓവർ കോൺഫിഡൻസ് വന്നു. ഇവർ അറ്റാക്ക് ചെയ്യുന്നില്ല, ഇടിച്ചു കളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആ എതിരാളികളുടെ തന്ത്രത്തിനനുസരിച്ച് തന്ത്രം മെനയുന്ന സ്കലോണി ഒരിക്കലും കാര്യങ്ങൾ എളുപ്പമാക്കില്ല സ്പെയിന്. സ്പെയിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി, അത് ഏതൊരു ചലഞ്ചിനെയും ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഒരു മത്സരം തന്നെ ഒരു ടാക്ടിക്കൽ ബാറ്റിൽ പ്രതീക്ഷിക്കാം. ഇന്ന് പുലർച്ചെ കണ്ടതുപോലെ ഒരു എൻഡ് ടു എൻഡ് ഫുട്ബോൾ ആയിരിക്കില്ല ഫ്രാൻസ് ഇംഗ്ലണ്ട് പോലെ. ഇതൊരു ടാക്ടിക്കൽ ബാറ്റിൽ ആയിരിക്കും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എബിൻ റോസ്, ഇവിടെ ഇപ്പോൾ രണ്ട് താരങ്ങൾ, പ്രധാനപ്പെട്ട താരങ്ങൾ ഏറ്റുമുട്ടുന്നു. അങ്ങനെ കൂടി ഈ മത്സരം ചിത്രീകരിക്കപ്പെടുന്നുണ്ടല്ലോ. ഒന്ന്, ഇതിഹാസം രചിച്ച ആളാണ്, ഇതിഹാസം രചിച്ച മെസ്സി ഒരു ഭാഗത്ത്. ഇതിഹാസം രചിക്കും, അടുത്ത ലോകകപ്പൊക്കെ ഒരു പക്ഷേ നമ്മൾ കാത്തിരിക്കുന്നത്, കാണാൻ കൊതിക്കുന്നത് ലാമിൻ യമാലിന്റെ പേരിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ രണ്ട് ഇതിഹാസങ്ങൾ നേർക്കുനേർ വരുന്നു എന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ലാമിൻ യമാൽ അത് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഫോമിലാണ് ഇപ്പോൾ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മെസ്സിയെ മറികടന്ന് വേണമല്ലോ ഈ കളിയിൽ അദ്ദേഹം പ്രൂവ് ചെയ്യപ്പെടേണ്ടത്. ഈ മത്സരത്തിന് മുൻപായി രണ്ടുപേരുടെയും പ്രതികരണങ്ങളും നമുക്ക് മുന്നിലുണ്ട്. പരസ്പരം വില കുറച്ച് കാണുന്നില്ല. മെസ്സിയും ആ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതികരണമാണ് പങ്കുവച്ചിരിക്കുന്നത്. ആ പോരാട്ടത്തിൽ ആർക്കായിരിക്കും മേധാവിത്വം? എബിൻ റോസിനോട്. എബിൻ റോസ് കേൾക്കാമില്ല. ചോദ്യം ആരോടാണ്? എബിൻ റോസിനോട്. എബിൻ റോസ്, നോയ്സ് ക്ലിയർ അല്ല, ആർപ്പാടെ കൺഫ്യൂഷൻ ആണ്. എന്നിരുന്നാലും എനിക്ക് മനസ്സിലായത് ലാമിൻ യമാലും മെസ്സിയുമായിട്ടുള്ള ഒരു താരതമ്യമാണ്. അതെ അതെ അതെ. അപ്പോ നമുക്ക് പറയാനുള്ളത്, ലാമിൻ യമാൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് മെസ്സി എന്ന നിലയിലേക്ക് ഉയർന്നു വരുന്ന ഒരു കളിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ടെക്നിക്സും ടാക്ടിക്സും ഒക്കെ, അദ്ദേഹത്തിന്റെ ആ ട്രിബിളിംഗ് മികവും ഒക്കെ തീർച്ചയായിട്ടും വളരെ അട്രാക്റ്റീവ് ആണ്. ഒപ്പം തന്നെ ഏകദേശം മെസ്സി ശൈലിയിലാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മെസ്സി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കിരീടധാരണം നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറാനുള്ള സമയമായി. അതായത് ഓരോ കാലഘട്ടത്തും ഓരോ ജനറേഷൻ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം പെലെക്ക് ശേഷം മറഡോണ, അതിനുശേഷം റൊണാൾഡോ മെസ്സി പോരാട്ടമായിരുന്നു. നമുക്ക് ഇപ്പോഴും ആരെയും ഡിഫറെന്റ് ശൈലിയിൽ കളിക്കുന്ന മെസ്സി റൊണാൾഡോ ആരാണ് കേമന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ മെസ്സി എന്ന് പറയുകയാണെങ്കിൽ പോലും നമ്മുടെ കാലഘട്ടത്തിൽ അവർ രണ്ടുപേരും മിടുക്കന്മാരായ താരങ്ങളായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോ ശരിക്കും ബാറ്റൺ നെക്സ്റ്റ് ജനറേഷനിൽ കൈമാറാനുള്ള സമയമായി. തീർച്ചയായിട്ടും ലാമിൻ യമാല് ആ ഒരു മേഖലയിലോട്ട് ടെക്നിക്കലി ഹൈ ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ്. പക്ഷെ ഈ ടൂർണമെന്റിൽ നേരത്തെ നമ്മളെ എവിടെ വായിച്ചതുപോലെ അഭിമന്യു, അതായത് ചക്രവ്യൂഹം ഭേദിച്ച് ഗോൾ സ്കോർ ചെയ്യാനുള്ള ആ ഒരു മികവിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അദ്ദേഹം നെക്സ്റ്റ് മെസ്സിയായിട്ട് ഉയർന്നു വരാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഈ വേൾഡ് കപ്പിൽ ഇപ്പൊ സ്പെയിൻ ജയിക്കുകയാണെങ്കിൽ ആ ഒരു കിരീടധാരണം, അതായത് നെക്സ്റ്റ് മെസ്സി എന്ന, അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷന് എംബാപ്പെ, ഹാളണ്ട്, ബെല്ലിംഗാം അടക്കമുള്ള ഒരു നിരവധി മികച്ച യുവ താരനിരകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ട് വരുന്നത് ലാമിൻ യമാൽ. ഇന്നത്തെ മത്സരം അത് മെസ്സി ലാമിൻ യമാൽ പോരാട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കുന്ന ടീമിനെ ഇപ്പൊ പറഞ്ഞ പോലെ ചരിത്ര പുരുഷനാണ് മെസ്സി. അദ്ദേഹത്തിന് ഇനി പ്രൂവ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ലാമിൻ യമാല് ആണ്, സ്പെയിൻ ആണ് ജയിക്കുന്നെങ്കിൽ, ലാമിൻ യമാലാണ് അതിൽ നേതൃത്വം കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും
നെക്സ്റ്റ് ജനറേഷൻ സമയമായി കിരീടധാരണമായി രാജകുമാരനായിട്ട് വാഴ്ത്തപ്പെടാൻ മെസ്സി ലയണൽ ഇദ്ദേഹത്തിന് യമാലിന് എല്ലാ യോഗ്യതയുണ്ട്. അദ്ദേഹം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. വളരെ യങ് ആണെങ്കിൽ പോലും അദ്ദേഹം കിരീടധാരണം സ്പെയിനോടൊപ്പം യൂറോ കപ്പൊക്കെ നേടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.